അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് ഒരു നിമിഷം, പഠിച്ചോനെ അസ്തഗ്ഫിറുല്ലാ, പാവം സമീറ, അത് അവൾ ഉറക്കത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അവളുടെ ഡ്രസ്സ് പതുക്കെ കാലിൻ്റെ ഭാഗത്ത് നിന്ന് നീങ്ങിയിട്ടുണ്ട്. അല്ലാ, പാവം, ഒരു പുതപ്പ് പോലും. റഹ്മാനെ. ആ നിമിഷം തന്നെ ഉസ്താദ് അതാ ഹോസ്പിറ്റലിലെ ഷോപ്പിലേക്ക് പോകുന്നു. പുതപ്പുണ്ടോ? ആ ഉണ്ടല്ലോ, ഇത് മതിയോ? ആ ഓക്കെ. അങ്ങനെ അതാ ഉസ്താദ് പുതപ്പുമായി വന്ന് നേരെ സമീറയുടെ ആ റൂമിലേക്ക്. അല്ലാ, പാവം, നല്ല ഉറക്കത്തിലാണ്. എന്നാൽ ആ നിമിഷം ഉമ്മച്ചി ഉമ്മച്ചി കുഞ്ഞു വിളിക്കുന്നു. പെട്ടെന്ന് ഉപ്പച്ചി അവളുടെ അരികിലെത്തി കുഞ്ഞിനെ വാരിയെടുത്തു. പൊന്നുമോളെ, കൈ തട്ടല്ലിട്ടോ. ഉപ്പച്ചി, ഉമ്മച്ചി എവിടെ? അതാ ഉമ്മച്ചി അവിടെ ഉണ്ടല്ലോ മോളെ. അപ്പോഴേക്കും സമീറ, അല്ലാ പഠിച്ചോനെ, മോൾ ഉണർന്നോ? സമീറ, ഇത് പുതപ്പ്, ഇത് പൊതിച്ചോളൂ. ഉസ്താദേ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ്, വേണ്ട, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ നോക്കിക്കോളാം മോളെ, കുഴപ്പമില്ല റബ്ബേ. ഉസ്താദ് ഓരോന്ന് ചൊല്ലി പറഞ്ഞുകൊണ്ട് മോൾക്ക് ഊതിക്കൊടുത്തു. മോൾ വിഷമിക്കണ്ട കേട്ടോ, മോൾക്ക് മൂത്രമൊഴിക്കാണ്ടോ? ഉപ്പച്ചി എന്നാവാ. ഉസ്താദ് അവളെ ഗ്ലൂക്കോസ് ഒന്ന് അഴിക്കാൻ വേണ്ടിയിട്ട് അതാ സിസ്റ്ററെ വിളിക്കുന്നു. സിസ്റ്ററെ, കുഞ്ഞിന് മൂത്രമൊഴിക്കാണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വരാട്ടോ. അവർ വന്ന് അതാ ഗ്ലൂക്കോസിൻ്റെ ആ കണക്ഷൻ വേർപ്പെടുത്തി മോളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും സമീർ എണീറ്റു. ഉസ്താദെ, തെരി, ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല, നിങ്ങൾ കിടന്നോളൂ, അല്ല തെരി. അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോയി. ഉസ്താദ് പുറത്തേക്ക് നിന്നു. റബ്ബേ, ഈ ഒരു അവസ്ഥയിൽ റഹ്മാനെ, നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും അവൾക്കും ഒരുമിച്ച് എൻ്റെ കുഞ്ഞിനെ നോക്കായിരുന്നു. ഇപ്പോൾ റബ്ബേ, അതിന് പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ. അവൾക്കും ഭയം, എനിക്കും ഭയം എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞിനെ മൂത്രമൊഴിപ്പിച്ച് അതാ നേരെ ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടന്നു. ഉസ്താദേ, മോൾക്ക് ഗ്ലൂക്കോസ്. ഞാൻ വിളിക്കാം സിസ്റ്ററെ, കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വരാട്ടോ. അങ്ങനെ ഏതാ മോളുടെ കൈകളിൽ വീണ്ടും അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. മോളു, എന്തു പറ്റി? പനിച്ചോ? പനി വിട്ടോ? കുറവുണ്ട് അല്ലേ? അത് കുറഞ്ഞോളൂ കേട്ടോ. നന്നായിട്ട് പനിച്ചല്ലോ. 120 ഡിഗ്രിയിലധികമായിരുന്നു പനി. ഇത്രയധികം പനിയൊന്നും പാടില്ല. അതായത് പിഞ്ചു മക്കളും കൂടി ആകുമ്പോഴേ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും മെഡിസിൻ കൊടുത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെന്ന് വെച്ചാൽ ഈ പനി എന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു ഈ റിസൾട്ടുകൾ മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉള്ളതാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ അതിനൊക്കെ ചാൻസ് ഉണ്ടാവും. എന്തായാലും ഇനി ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ നാളെ. ഇന്നെന്തായാലും ഗ്ലൂക്കോസിൽ കുറച്ചും കൂടെ മെഡിസിൻ ഇട്ട് കൊടുക്കാം. കാരണം കുട്ടിയൊന്നും കഴിക്കണമല്ലോ അപ്പോൾ ഓക്കെ, വിളിക്കാം കേട്ടോ. മോൾക്ക് എന്താ വേണ്ടത്? അത് ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒരുമിച്ച് ഇവിടെ നിൽക്കണം. എനിക്ക് രണ്ടുപേരെയും കാണണം. ഒരു നിമിഷം സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ലാ മോളെ, ഉപ്പച്ചി പുറത്താണ്. ഉസ്താദേ, നിങ്ങൾ അകത്ത് കയറിക്കോളി കുറച്ച്. ഇനി ഞാൻ പുറത്ത് ചെയറിലിരിക്കാം, കുഴപ്പമില്ലല്ലോ? അത് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, ഇവിടെ സിസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ലല്ലോ. നേഴ്സസ് സ്റ്റേഷന് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. സമീറ പുറത്തേക്ക് ഇറങ്ങി ആ ചെയറിലിരുന്നു. ഉസ്താദ് കുഞ്ഞിൻ്റെ അരികിൽ. ഉപ്പച്ചിൻ്റെ കുട്ടിക്ക് എന്ത് വേണ്ടത്? ഉമ്മച്ചി എവിടെ? ഉമ്മച്ചിനോട് പുറത്ത് പോവല്ലേ പറയും. ഉമ്മച്ചിനോട് ഇവിടെ ഇരിക്കാൻ പറ. മോളെ, അതെന്താ? ഉമ്മച്ചിയെ വിളിക്ക്. ഉമ്മച്ചി പുറത്തിരിക്കുകയാണ്. ഉമ്മച്ചി ആരെങ്കിലും കൊണ്ടുപോകും. ഉപ്പച്ചി വിളിക്ക്. മോളുടെ കണ്ണുകൾ നിറഞ്ഞു. വിളിക്കാട്ടോ. അങ്ങനെ അതാ സമീറ, ഉസ്താദേ, മോള് വിളിക്കുന്നുണ്ട്. മോളെ, എന്തു പറ്റി? ഉമ്മച്ചി എന്തിനാ പുറത്ത് പോയത്? ഉമ്മച്ചി എൻ്റെ കൂടെ നിൽക്കണം. ഡോക്ടർ പറഞ്ഞില്ലേ ഉപ്പച്ചിയും കൂടെ നിൽക്കണമെന്ന്? മോളെ, എൻ്റെ മോളുടെ കൂടെ ഞാനുണ്ടല്ലോ.
ഉമ്മച്ചി പാടാറുള്ള ആ താരാട്ട് പാട്ട് ഒന്ന് പാടിക്കേ. അല്ല അതോ? ഒരു നിമിഷം അവൾ ഉസ്താദിനെ നോക്കി. ഉസ്താദ് ഒരു നിമിഷം കണ്ണിറുക്കിക്കൊണ്ട് കാണിച്ചു, അതെ പാടിക്കോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവൾ താരാട്ട് പാടുന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാ. പാട്ട് പാടിക്കുമ്പോൾ ഉസ്താദ് അതോർത്തു, അല്ലാ എൻ്റെ സുഹറ, അവൾ എൻ്റെ പൊന്നുമോൾക്ക് പാട്ട് പാടിക്ക് കൊടുക്കുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാ. തൻ്റെ സുഹറ ഇവിടെ അടുത്തൊക്കെ എവിടേക്കോ ഉണ്ട് എന്നൊരു തോന്നല് ഐഷു അത് കേട്ട് കണ്ണുകൾ അടക്കുന്നതും ഉസ്താദ് ശ്രദ്ധിച്ചു. സമീറ. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സമീറ. അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു. ആ ഉസ്താദേ, ഞങ്ങളെ വിട്ട് പോരുത് കേട്ടോ. എന്നുണ്ടാണം ഞങ്ങളുടെ കൂടെ കേട്ടോ ഉസ്താദേ. ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ വിദ്യ അതാണെങ്കിൽ അത് നടക്കട്ടെ. സമീറക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഇങ്ങനത്തെ ഒരു സ്വാലിഹായ ഭർത്താവിനെ കിട്ടുമെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക, അതേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെ തന്നെയും എൻ്റെ പൊന്നുമോൾക്ക് ഉമ്മച്ചിയില്ല. ഈ ഒരു ഉമ്മച്ചിയില്ലാത്ത അവസ്ഥയിൽ സമീറ എനിക്ക് എൻ്റെ പൊന്നുമോളുടെ ഉമ്മച്ചിയുടെ സ്ഥാനത്തേക്ക് വന്നത് വലിയൊരു നിഅമത്തായി, വലിയൊരു സന്തോഷമായി. ഒരിക്കലും ഞാനത് മറക്കൂല. പടച്ചറബ് സമീറക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ഉസ്താദിൻ്റെ ദുആയിൽ അവളും പങ്കുചേർന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെട്ടെന്ന് സിസ്റ്റർ, എങ്ങനെയുണ്ട്, പനി വിട്ടോ? കുറവുണ്ടല്ലോ അല്ലേ, വേർത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെഡിസിൻസ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തൊക്കെ തന്നെയായാലും കുട്ടിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കാരണം നല്ല മെഡിസിനാണ്, നല്ല കൂടുതൽ ഡോസുള്ളതാണ് ഇട്ട് കൊടുത്തത്. അത്രയ്ക്കും പനിയായിരുന്നേ. കൂടുതൽ പനിയായി കഴിയുമ്പോൾ പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഡോക്ടർ ഒന്ന് വരുന്നുണ്ട്. ഡോക്ടർ ഈ സമയത്ത് സാധാരണ വരാറില്ല, പിന്നെ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ കുട്ടികളുടെ സ്ഥാനത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഡോക്ടറും അവിടെ എത്തി. എങ്ങനെയുണ്ട് ഐഷക്കുട്ടിയുടെ പനി? ഉസ്താദേ, കുറവുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ ഉമ്മച്ചി ഉപ്പച്ചി ഉണ്ടെങ്കിൽ കുട്ടിയുടെ പനി കുറയാതിരിക്കുമോ? അല്ല, ഞാൻ വരുന്ന സമയത്ത് ഉപ്പച്ചി എന്താ പുറത്തിരുന്നത്? അങ്ങനെ ഇരിക്കരുതല്ലോ. നിങ്ങൾ ഉമ്മയും ഉപ്പയും കുട്ടിയെ സ്നേഹത്തോടെ നല്ല രീതിയിൽ നോക്കണം. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ ഒരു അട്രാക്ഷൻ കുറവ്, അതല്ല, അങ്ങനെയല്ല. നിങ്ങൾ തമ്മിലൊരു ടച്ചിങ്സ് വിടുന്ന പോലെ ഉണ്ട് ഇടയ്ക്കൊന്ന്. ഒരാൾ അവിടെ പുറത്തിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ കാണുന്നു, അങ്ങനെ ശ്രദ്ധിച്ച് ജസ്റ്റ് ഒന്ന്. കുട്ടിയുടെ ഉമ്മയും ഒപ്പയാകുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഓക്കെ, നിങ്ങൾ പാട്ട് പാടിക്കൊടുത്തും തലോടി കൊടുത്തും കുഞ്ഞിനെ രണ്ടുപേരും ആശ്വസിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഹോർമോണ് പെട്ടെന്ന് ഉണ്ടാവും. അതായത് തനിക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, തനിക്ക് താരാട്ട് പാടാൻ തന്നെ നെഞ്ചോട് ചേർക്കാൻ ആരൊക്കെയുണ്ട് എന്നൊരു തോന്നൽ. പിന്നെ ഈ കുട്ടി ഭാഗ്യവതിയാണ്, ഉപ്പച്ചിയും ഉമ്മച്ചിയും ഒരുപോലെ നോക്കാറുണ്ടല്ലോ. പലരും പ്രവാസികളായ ആളുകളുണ്ടാവും മക്കളെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന. ഉപ്പച്ചി ഗൾഫിലായിരിക്കും, ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷെ പൊന്നുമോൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഉമ്മച്ചിയും ഉപ്പച്ചിയും കൂടെ തന്നെ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉസ്താദാണല്ലേ? ഓക്കെ, കണ്ടുമ്പോൾ മനസ്സിലായി. ഉസ്താദൊക്കെ ആവുമ്പോഴേ തന്നെ നല്ല സ്നേഹമായിരിക്കുമല്ലോ അല്ലേ ഭാര്യമാരോടൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും ഒരുപോലെ കുട്ടീനെ കെയർ ചെയ്യുക കേട്ടോ. ഒരാളായിട്ട് മാറി മാറി നിൽക്കാതെ നല്ല രീതിയിൽ രണ്ടുപേരും കെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ. ഇനി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഡോക്ടർ പുറത്തേക്ക് പോയി. സിസ്റ്ററും ഒരു നിമിഷം ഉസ്താദ് സമീറയോട് ചോദിച്ചു, സമീറ, ഞാനും നീയും ഈ റൂമിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പാടുള്ള കാര്യമില്ല. ശരിയാണ്, നമ്മുടെ ഐഷുമോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാനും നീയും ഒരാണും ഒരു പെണ്ണും ഒരു റൂമിൽ
അല്ലെങ്കിൽ ഒരിടത്ത് ഒറ്റക്കായി കഴിഞ്ഞാൽ മൂന്നാമത് ഒരു ഇബിലീസ് വരും എന്നാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞ് മൂന്നാമതായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഇബിലീസിന് ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ സൂക്ഷ്മത, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിരന്തരം വീക്ഷിക്കുന്നുണ്ട്. അവരുടെ എന്താണ് അവരുടെ സിറ്റുവേഷൻ, കാര്യങ്ങൾ ഒക്കെ അല്ലേ, ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നല്ലേ. ശരിയാണ്, ഞാൻ ഉസ്താദിൻ്റെ വേഷം ധരിച്ച ആളാണ്. പക്ഷേ എൻ്റെ വസ്ത്രത്തിലേക്കോ അല്ലെങ്കിൽ എൻ്റെ രൂപത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. തീർച്ചയായും എൻ്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണല്ലോ സെമിറ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം. എന്താ പുറത്തേക്ക് ഇറങ്ങാൻ? നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയിക്കോളാം. എന്താ ഉസ്താദേ, എനിക്ക് സമീറക്ക് എന്നെ ഭയമുണ്ടോ ഞാനിവിടെ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. കാരണം നീ എന്നെ ഭയക്കുന്നുണ്ടെങ്കിൽ. ഉസ്താദേ, എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഉസ്താദിന് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ. സമീറ, ശരി തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞും കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ നാം രണ്ടുപേരും ഉണർന്നിരിക്കുന്ന ഒരു സമയത്ത് മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. സമീറ, ഞാൻ മനുഷ്യനാണ്, നീ ഒരു മനുഷ്യ സ്ത്രീയാണ്. നമ്മൾ രണ്ടുപേരും യുവതി യുവാക്കളാണ്. അതെ, നമ്മളിലുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതലാക്കാൻ ഇബ്ലീസിന് എളുപ്പമായിരിക്കും. അതുകൊണ്ട് സമീറ, നിങ്ങളിവിടെ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്നോളൂ. കുഞ്ഞ് അത് ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ പുറത്തിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. സമീറ തലയാട്ടി. ഉസ്താദ് പുറത്തേക്ക് പോയി ആ ചെയറിലിരുന്നു, വെറുതെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട്. അല്ലാ, സമയം തഹജ്ജുദിന് സമയമായല്ലോ. ഒന്ന് കണ്ണടച്ചാലല്ലേ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുക. ഒരു നിമിഷം ഉസ്താദ് ആ ചെയറിൽ ചാരി കിടന്നു. അല്ലാ, എൻ്റെ ഐഷുമോളെ നീ കാക്കല്ല. എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ. അതെ, വലിയൊരു വേദനയിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് വരുന്നേ ഉള്ളല്ല. ഇനിയും എൻ്റെ കുട്ടിയെ നീ കഷ്ടപ്പെടുത്തല്ല. എൻ്റെ കുട്ടി ഒരുപാട് വേദന അനുഭവിച്ചാണ്. ഉമ്മയില്ലാത്ത കുട്ടിയാണല്ല, രക്ഷിക്കട്ടോ. ഉമ്മയില്ലാത്ത കുട്ടിയാണ്, പാവാണ് എൻ്റെ മോള്. ഉസ്താദ് ഓരോന്നാലോചിച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. പതുക്കെ പതുക്കെ ഉസ്താദിൻ്റെ കണ്ണുകൾ അറിയാതെ ഒന്ന് മാളി. ഒരു നിമിഷം അതാ അവൾ സമീറ വാതിൽ തുറന്ന് വന്നു. ഉസ്താദേ. അല്ലോ സമീറ, ലേറ്റായി ഒരുപാട്, ഞാനറിയാതെ. ഉസ്താദേ, മോള് ചായ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അല്ലോ, സമയം ഇല്ല, തഹജ്ജുദ് ഇല്ല, സുബ്ഹി ഖളാ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉസ്താദ് ആ ക്യാൻറ്റീനിലേക്ക് ഓടി. അതാ ചായക്കാണെങ്കിൽ പാത്രമൊന്നുമില്ല. ഉള്ള ഗ്ലാസ്സിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോഴേക്കും ഉസ്താദ് ഒരു തൂക്കാത്രം വാങ്ങിയിട്ട് അതിലേക്ക് ചായ കൊണ്ടുവന്നു. അത് രണ്ടുപേർക്കുള്ള ചായ, അതിലേക്കുള്ള സ്നാക്കും. റൂമിലെത്തി. സമീറ, വന്നോ? ഇതാ ചായ കൊടുത്തു നോക്കൂ, രണ്ടും കുടിച്ചോളൂ കേട്ടോ. രണ്ടുപേർക്കും ചായയും കടിയുണ്ട്. ഉസ്താദ്, എനിക്ക് വേണ്ടിയില്ലായിരുന്നു. അല്ല, നീയും കുടിച്ചോ, ഒരുപാട് ക്ഷീണം ഉണ്ടാവും, ചെല്ലേ. അങ്ങനെ അതാ ഉസ്താദ് ചായ കൊണ്ടുപോയി കൊടുത്തു. രണ്ടുപേരും അത് കുടിക്കുന്നു. ഉപ്പച്ചിനെ വിളിക്ക് മോളെ. ഉപ്പച്ചി പുറത്താണ് മോളെ. ഉപ്പച്ചി നിസ്കരിക്കാൻ പോകാൻ നിൽക്കുക തോന്നുന്നുണ്ട്. ആണോ? നിസ്കരിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. അതെ, ഉസ്താദ് നിസ്കരിക്കാൻ പോയി. എന്തുണ്ടെങ്കിലും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. സുബഹിൻ്റെ ബാങ്കുലി പള്ളിയിൽ നിന്ന് ഉയർന്നു കേട്ടു. അതാ അന്ന് പുത്തൻവീട് തറവാടിൻ്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ആ ഉസ്താദിൻ്റെ ബാങ്കുലി കേട്ടില്ല. എല്ലാവരും ചോദിച്ചു, എവിടെ നമ്മുടെ ഉസ്താദ്? ആ മനോഹരമായ ബാങ്കുലി കേട്ടിട്ടാണ് ആ നാട്ടിലെ പലരും ഉണരുന്നത്. ഇന്നിപ്പോൾ ബാങ്ക് കേട്ടില്ലല്ലോ, എന്തപ്പോൾ ബാങ്കിന് പറ്റിയത്? ഇന്നത്തെ ബാങ്ക് കുഴപ്പമില്ല, പക്ഷെ വേറെ ശൈലിയൊക്കെയാണല്ലോ, വേറെ രീതിയാണല്ലോ. നല്ല കേൾക്കാനൊക്കെ നല്ല ഇമ്പമുണ്ട്. എന്നാൽ അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഷമ്മാസായിരുന്നു ബാങ്ക് കൊടുക്കാൻ പോയത്. അതെ, ഉസ്താദ് പിറ്റേന്ന് ആ രാത്രിയിൽ പെട്ടെന്ന് ആരെ കിട്ടാൻ എന്ന് കരുതി ഷമ്മാസ് തന്നെ ബാങ്ക് കൊടുത്തു.
ശരിക്കും ബാങ്ക് കൊടുത്ത ആളെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അല്ല ഷാമോനെ, പള്ളിയിൽ ഡ്യൂട്ടി തുടങ്ങിയോ? മാഷാ അല്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. അല്ല ഉസ്താദിന് ഇന്നലെ രാത്രി കുട്ടിക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുകൊണ്ട് ആണല്ലേ, എന്തു പറ്റി? അത് കുട്ടിക്ക് പനിയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. ഷമ്മ സങ്കടത്തോടെ പള്ളിയിൽ നിന്നിറങ്ങി. അല്ല സന്തോഷമില്ലായിരുന്നു, കാരണം ഐഷുവിനെയും കുട്ടി, അതെ ഫാത്തിമ മോൾക്കുള്ള സ്വർണം എടുക്കാൻ പോകണം. 40 മറ്റന്നാൾ. അതുകൊണ്ട് റബ്ബേ, ആ കുഞ്ഞിൻ്റെ കിളിക്കൊഞ്ചിലും ആ ചിരികളും എല്ലാം കൊണ്ടുകൊണ്ട് ആ കുഞ്ഞിനും സ്വർണ്ണമെടുക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതായിരുന്നു. എന്താ ചെയ്യുക? അന്ന് ഷമ്മ സങ്കടത്തോടെയാണ് ഉമ്മയുടെ അരികിലേക്ക് എത്തിയത്. ഉമ്മ, മോനെ മോനെ വിളിച്ചു നോക്കിയോ? ആ ഉമ്മ വിളിച്ചു നോക്കി. ഉസ്താദ് പറഞ്ഞു പനിയൊക്കെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ അറിയില്ല. ഏതായാലും എന്താ മോനെ, എൻ്റെ കുട്ടി കരയേ? ഉമ്മ, ഐഷു ആ പെൺകുട്ടി പാവാണ് ഉമ്മ. അതെ, ഓളുടെ കൊഞ്ചലില്ലാത്ത ഈ വീട് അതൊരു രസമല്ലമ്മ. ഉമ്മ, ഇന്ന് ഗോൾഡ് എടുക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. ഓളയും കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട മാലയും കമ്മലും പാദസരമൊക്കെ വാങ്ങിക്കൊടുക്കാൻ. മോനെ, നീ കരയില്ല എൻ്റെ കുട്ടിയെ, വാങ്ങിക്കൊടുക്കാലോ. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ? എന്നാലും ആ കുട്ടിൻ്റെ ഉപ്പുണ്ട് അവിടെ, പിന്നെ നല്ല സ്നേഹത്തോടെ നോക്കുന്ന ഉമ്മയുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ആ സമീറ എന്നുള്ള പെൺകുട്ടി വന്നതിന് ശേഷം ഐഷുവിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു എന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? അത്രയും സ്നേഹമുള്ളൊരു ഉമ്മച്ചിനെ കിട്ടിയില്ലേ? മോനെ, നമുക്കൊന്ന് പോവുക കേട്ടോ. ഒന്ന് പോയി വരാം, എനിക്ക് എന്തോ ഒരു പൊറുതിയാണ് മോനെ. ഉമ്മ, എന്നാൽ പോയി വരാം അല്ലേ? നുസി, പകലല്ലേ മോനെ? ഇനിയിപ്പോൾ റുക്കിയാത്ത ഇന്നും നാളും കൂടി. മോളെ നുസി, ഉമ്മ നിങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോയിക്കോളി, ഞാനും വരട്ടെ ഉമ്മ. എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഈ 40 കുട്ടിയെയും കൊണ്ട്. അത് സാരമില്ല ഉമ്മ, ഞാനും വരാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് റുക്കിയാത്തവനോട് വിളിച്ച് പറഞ്ഞാലൊന്ന് വരണ്ടെന്നുള്ളത്. ആ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ ഉമ്മ അത് റുക്കിയാത്താനെ ഫോണിലേക്ക് വിളിക്കുന്നു. റുക്കിയ, ആ റുക്കിയ, ഇന്ന് വരണ്ടട്ടടിയേ. അതെന്തേ? ഞാൻ പോരാൻ വേണ്ടി നിൽക്കണല്ലോ. അല്ലേ, ഇവിടെ ഞങ്ങൾ ആശുപത്രി വരെ പോരും. അതെന്തേ ഐഷോ? ഒന്നുമില്ല, ഇവിടുത്തെ ഐഷുമോളുണ്ടല്ലോ, ഓൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഒന്ന് എന്താ പറ്റിയത്? എന്താ അറിയില്ല, പനിച്ചിരുന്നു, അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഒന്ന് വരണ്ടട്ടെ ഇന്ന് അങ്ങോട്ട്. ആ എന്നായിക്കോട്ടെ. അങ്ങനെ അവരെല്ലാവരും ഒരുങ്ങുന്നു. അതെ, 40 തികയാത്ത ആ പൊന്നുമോൾ ഫാത്തിമയെയും കൊണ്ട് നുസൈബയും ഉണ്ട്. അതിനെന്തോ ഉമ്മ? മോളെ, എനിക്ക് പേടിയാണ് ഹോസ്പിറ്റൽ. അതിനെന്തോ ഉമ്മ, നമ്മളിപ്പോൾ ഓരോ കുത്തിവെപ്പ് എടുക്കാൻ അതിനെന്തിനൊക്കെ എത്ര ചെറുപ്പത്തിലെ കുട്ടികളെ പിന്നെ പ്രസവിച്ച് വരുന്നതൊക്കെ മോൾ ഹോസ്പിറ്റലിൽ നിന്നല്ല. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ഉമ്മ. അങ്ങനെ കുഞ്ഞിനെയും പൊതിഞ്ഞ് പിടിച്ച് എല്ലാവരും കൂടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി. മോനെ, എന്തെങ്കിലും വാങ്ങായിരുന്നോ? ആ ഉമ്മ, കുറച്ച് അവിടെ എത്തിയിട്ട് ചായം കടയൊക്കെ വാങ്ങിക്കൊണ്ടു പോകാം. ആരും ഒന്നും കഴിച്ചില്ലല്ലോ, അവർ കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അവർ ചായയും കടിയും എല്ലാം വാങ്ങി നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോരുന്നു. മോളെ, ലിഫ്റ്റിൽ കയറട്ടോ, അപ്പോൾ തന്നെ കോണെന്നു. ആ ഉമ്മ. അങ്ങനെ ഷമ്മാസാണ് കുഞ്ഞിനെ പിടിച്ചിട്ടുള്ളത്. പഠിച്ചോനെ, ഇപ്പച്ചിൻ്റെ കുട്ടി എങ്ങോട്ടാ പോകുന്നൊരു ഇത്താത്തനെ കാണാൻ പോകുന്നുണ്ടെന്ന് ഇത്താത്ത കളിപ്പിക്കാല്ലേ? ഇന്ന് ഇത്താത്ത കളിപ്പിക്കാല്ല, അതുകൊണ്ടാണ്. ഇന്ന് നല്ല സങ്കടമുണ്ട്, മുഖത്തേക്ക് നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറുന്നു. മോനെ ശരിക്കും പിടിക്കട്ടെ കുട്ടിനെ. ആ ഉമ്മ, ഇപ്പോൾ എടുക്കലൊക്കെ പടിഞ്ഞല്ലോ, കുറച്ച് വലിയ കുട്ടിയായിപ്പോൾ. ആ ഓളെ കുഞ്ഞിത്താത്താനെ കാണാൻ പോവാണ്. ഓ, കുഞ്ഞിത്താത്താനെ കണ്ട സന്തോഷമാവോ? അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റൽ ആ റൂം നമ്പർ ചോദിച്ച് പോകുന്നു. ആ ഒരു രംഗം അവർ കാണുന്നു. ഉസ്താദ് പുറത്തിരിക്കുന്നു. അല്ലാ, ഉമ്മ അങ്ങോട്ട് നോക്കിക്കേ. അല്ലാ പഠിച്ചോനെ. എന്നാൽ ഷമ്മാസും കുട്ടിയും എല്ലാവരും കൂടി വരുന്നു കണ്ടപ്പോൾ ഉസ്താദ് അത്ഭുതപ്പെട്ടു. ഷാമോനെ, ഉസ്താദ് അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഷാമോനെ കുഞ്ഞിനെയും കൊണ്ടാണോ വന്നത്? അതെ, നുസിക്ക് അവിടെ നിന്നിട്ട് നിൽപ്പെട്ടില്ല. അവൾ ഐഷു പോയിനേഷേ വല്ലാത്തൊരു വിഷമം, പുത്തൻ വീട് തറവാട് ഉറങ്ങിയ പോലെ. സത്യമായിട്ടും എവിടെ പൊന്നുമോനെ, എവിടെ കുട്ടി? ഉമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്നു. ആ ഉമ്മ,
സമീറ വാതിൽ തുറന്നു. അല്ലാ, പഠിച്ചോനെ, പൊന്നു മോളും ഉണ്ടോ? പച്ചോനെ, നിങ്ങൾ വന്നിക്കണോ ഇങ്ങോട്ട്? എന്നാൽ ഈ സമയം ഐഷു നല്ല ഉറക്കത്തിലായിരുന്നു. ഐഷു അതാ ഗ്ലൂക്കോസിൽ കയറ്റി അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ ശരിക്കും ഉമ്മ സങ്കടപ്പെട്ടു. പൊന്നു മോളെ, പാവൻ്റെ കുട്ടി, അല്ലാ. ഉമ്മ വിതുമ്പി കരഞ്ഞു. ഉമ്മ കരയണ്ട, പനിയൊക്കെ കുറച്ച് വിട്ടിക്കണല്ലോ, പഠിച്ചോനെ നിയമത്തുണ്ട്. ഐഷു, ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഐഷു പെട്ടെന്ന് കണ്ണു തുറന്നു. ഉമ്മമ്മ, ആ ഇതാ ഉമ്മമ്മ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. കുഞ്ഞാവയുടെ? കുഞ്ഞുവാവ അതാ. അല്ല, ഒന്ന് കാട്ടിക്കൊടുക്കടാ. ഇത്താത്തയുടെ അരികിലേക്ക് ഫാത്തിമ കുട്ടിയെ അതാ കാണിച്ചു കൊടുക്കുന്നു. എന്തെന്നറിയില്ല, കുഞ്ഞാവേ, ആ ഒരു ശബ്ദം കേട്ടിട്ടാണോ എന്തെന്നറിയില്ല, കുഞ്ഞ് അറിയാതെ അങ്ങ് കരഞ്ഞു. ആ, ഇത്താത്താൻ്റെ ശബ്ദം മനസ്സിലേക്കണ്. എന്തിനാ നുസിയെ കുട്ടിനെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഐഷുവിനെ വല്ലാതെ മിസ് ചെയ്യാട്ടോ. ഐഷു എന്നും കുട്ടിൻ്റെ അടുത്ത് വന്ന് നോക്കും, തൊട്ടിയിൽ വന്ന് നോക്കും, അങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കല്ലോ. സത്യം പറഞ്ഞാൽ അതില്ലായിട്ടൊരു സമാധാനമില്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ഞാനും വരുന്നുണ്ടെന്ന്. എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയണില്ല. നുസീബ കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. സെമിത്ത എന്താ പറഞ്ഞത് ഡോക്ടർ? അത് പനി വിട്ടതുകൊണ്ട് ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ തന്നെ, എന്നാലും വലിയ കുഴപ്പമില്ല. എന്തായാലും മോളെ സമീറ, മോളൊന്ന് ഉറങ്ങിക്കോ. ഉറക്കം വെച്ച് നിൽക്കില്ലായിരുന്നോ? ഇനി ഞാൻ ഇവിടെ നിന്നോളാം കുറച്ച് നേരം കേട്ടോ. ഷാമോനെ, നുസിനെയും കൊണ്ട് എന്നാൽ പൊയ്ക്കോ. കാരണം കുറേ നേരം കുട്ടീനെ ഇവിടെ നിർത്തണ്ട. ഇതെടി ചായയും കടിയും കുടിച്ചോളി. ഇതാ ഉമ്മ, ഉസ്താദ് വാങ്ങിയിരുന്നോ എന്തൊരു സ്നാക്കും ചായക്ക്? ആ, ഇതിപ്പോൾ ഷാമോപ്പോൾ വയറ് നിറച്ച് തിന്നോളി. അതാ ഉസ്താദേ. ഐഷുമ്മ ഉസ്താദിനെ വിളിക്കുന്നു. ഇതാ ചായയും കടിയും കറിയൊക്കെ ഷമ്മാസ് വാങ്ങിയിട്ടുണ്ട്, ഇത് കുടിക്കേ. ഉമ്മ, എനിക്കിപ്പോൾ അല്ല, ഇത് കുടിക്കേ, നിങ്ങൾ കുടിച്ചോളി. അല്ല വരി. അങ്ങനെ അതാ ഐഷുമ്മ തന്നെ 2 പേപ്പർ പ്ലേറ്റ് എല്ലാം അവിടുന്ന് വാങ്ങിയിരുന്നു. അതിലേക്ക് ഫുഡെല്ലാം വിളമ്പി കൊടുത്തുന്നു. ഇത് ഉസ്താദെ, ഇത് കഴിച്ചോളി. അല്ലാ പഠിച്ചോനെ, ഏതായാലും റൂം കുറച്ച് സൗകര്യം ഉണ്ടായതുകൊണ്ടേ അതും വലിയ കാര്യട്ടാ. ഏതായാലും റബ്ബേ, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. ഐഷുമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. സമീറയോട് അതാ ഐഷുമ്മ പറയുന്നു. അത് ഷാമോൻ്റെ കുട്ടിക്ക് പണ്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അതിന് ഐഷുവിനും കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച്. എന്നിട്ട് എൻ്റെ ഷാമോൻ കരയാണ് അത് പറഞ്ഞിട്ട്. കാരണം പഠിച്ചോനെ, ആ കുട്ടിയുടെ വർത്താനം കാട്ടിക്കൂട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊരാൾക്കാർ കുറേ ഉള്ള പോലെയാണ്. കുട്ടി പോയപ്പോഴല്ലേ അതിൻ്റെ വേദന അറിയണത്. അല്ലെങ്കിൽ സുബിക്ക് നീച്ച് ഓടി വരൂല്ലേ കുട്ടീൻ്റെ അടുത്തേക്ക്. എന്നിപ്പോൾ അതുമില്ല, വല്ലാത്തൊരു ഇടങ്ങാറ്. അതുകൊണ്ട് തന്നെ അതില്ലാതെ നിൽക്കാൻ കഴിയൂല കേട്ടോ ഉസ്താദേ. ഐഷുമോള് പടച്ച റബ്ബ് നൽകിയൊരു നിധിയാണ് കേട്ടോ. ഓള സംസാരവും കളിച്ചിരികളും ഇല്ലേറ്റ് പുത്തൻ വീട് തറവാട് ഉറങ്ങിയ പോലെ. ശരിയാണ്, ഇന്നലെ പുലർച്ചെ 1 മണിക്കൊക്കെയാണ് പോകുന്നത്. പക്ഷെ എന്നാലും അത് സുബൈക്ക് എണീറ്റ് ഓടി വന്ന് എന്തോ ഒരു സന്തോഷമാണെന്നോ. ഇന്ന് ആ ഒരു ഉണർവ് വീടിന് കിട്ടിയിട്ടില്ല. വല്ലാത്തൊരു പുതുമ. ഞങ്ങൾക്ക് സങ്കടപ്പെട്ടു. ഞങ്ങൾക്കൊക്കെ എൻ്റെ കുട്ടിക്ക് പടച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഉമ്മ, അവൾ അങ്ങനെ തന്നെയാണ്. അവളുണ്ടായാൽ ഓരോന്ന് ചോദിച്ചും പറഞ്ഞു നിൽക്കും. നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ കുട്ടീനെ എങ്ങനെ ഒറ്റക്കിടുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ. പൊന്നും മോനെ, അതിനെന്താ സന്തോഷമാണ്. ഞങ്ങളെ വീടിനും നല്ലൊരു ബർക്കത്താണ് ആ പൊന്നുമോൾ ഉണ്ടാകുന്നത്. പഠിച്ചോ പെട്ടെന്ന് ഷിഫിയാക്കി തരട്ടെ. നാളെയാണ് നവാസും മക്കളും വരുന്നത്. ഇനി സൗദിയും നവാസും മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ സമീറ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ നിൽക്കുന്നത് അത് ഉമ്മാക്ക് നല്ല വേദനയും വിഷമം ഉണ്ടായിരുന്നു. പഠിച്ചോനെ, എൻ്റെ മരുക്കളുടെ ഇടയിൽ ഓളൊരു പണിക്കാരത്തിയായിട്ട് നിർത്താനൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല റബ്ബേ. ഓൾക്ക് നല്ലൊരു ജീവിതം കാര്യം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിക്കാഹിന് മുമ്പായിട്ട് എൻ്റെ ഷാമോൻ പറഞ്ഞ പോലെ ആ വില്ല അതൊന്ന് സെറ്റായാൽ മതിയായിരുന്നു. ഉമ്മ ഷാമോനെ വിളിച്ചു. മോനെ. ആ ഉമ്മ. മനുകുട്ടിയെ, എന്തായി? വില്ല നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഉമ്മ. അത് 1-2 ഞാൻ നോക്കി, പക്ഷെ അതൊരു സൗകര്യം പോരാ. അത്ര ഇങ്ങോട്ട് നമ്മൾ ഇത്രയും വലിയ വീട്ടിൽ ജീവിക്കുമ്പോൾ അവർക്കും നല്ലൊരു വീട് കൊടുക്കേണ്ടേ ഉമ്മ. അത് ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ ഫ്ലാറ്റ് ആകുമ്പോൾ മുകളിൽ 2 ബെഡ്റൂം ആൻഡ്
പിന്നെ ഡൈനിങ് ഏരിയ ആൻഡ് കിച്ചൺ, അങ്ങനെ കുറച്ച് ബാൽക്കണി, അങ്ങനത്തെ ടൈപ്സിലുള്ളതൊക്കെ ഉണ്ട്. അത് ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് ആകുമ്പോൾ കുറച്ച് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല അടിപൊളി ലൈഫായിരിക്കും. വില്ലനേക്കാളൊന്നും കൂടി സെറ്റായിരിക്കും. പക്ഷേ വില്ലാകുമ്പോൾ നമ്മളുടേതായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉള്ള പോലെ ആയിരിക്കും. മോനെ, എങ്ങനെയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ തയ്യാറാക്കണം. പൊന്നുമോൻ കണ്ടുവെക്ക്. പിന്നെ കുറേ ദൂരമൊന്നും പോലെ, ഇടയ്ക്കൊന്നും ഉമ്മാൻ്റെ അടുത്തേക്ക് വരാനൊക്കെ ഓൾക്ക് പറ്റുന്ന രീതിയിൽ. ആ ഉമ്മ. പിന്നെ മോനെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇനി എനിക്ക് നാളത്തെ കാര്യം വിഷമാണ്. ശരിയാണ്, നവാസും മക്കളും ഓളൊക്കെ വരും. എന്തായാലും ഒരാഴ്ച പ്രസവം, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുപോകുള്ളൂ. ഇനി കൊണ്ടായാൽ തന്നെ നവാസിനെ വിട്ട് ഓള് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസവവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അവിടെ ആണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും പ്രസവത്തിന് കൊണ്ടുപോകുക എന്നുള്ള ചടങ്ങ് കഴിച്ചിട്ടേ ഓൾ ഇങ്ങോട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ എനിക്കൊരു പാവം തോന്നുക. പാവം സെമീറാനെ ഇനി നമ്മൾ ഇടങ്ങാറാക്കാൻ പാടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്ത്, ഉമ്മ ഇനി ദിവസമില്ലല്ലോ, നിക്കാഹ് അത് പെട്ടെന്ന് നടത്തണം. മോനെ, അതിന് മുമ്പായിട്ട് ഉമ്മാൻ്റെ കുട്ടി ഒരു റൂം എങ്ങനെങ്കിലും നോക്കി വെക്കിട്ടോ. ആ ഉമ്മ, തീർച്ചയായും ഞാൻ അത് ഒന്നും കൂടി നോക്കട്ടെ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ. പക്ഷേ ഉസ്താദൊന്നും അറിയാൻ വേണ്ടിട്ട് മോനെ. കാരണം ഉസ്താദ് ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറിയ റൂം എന്തെങ്കിലും നോക്കുന്നുണ്ടോ ആർക്കറിയാം. തൽക്കാലം ഒരു സർപ്രൈസ് ആയിക്കാണ്ട് നിന്നോട്ടെ അത്, കേട്ടോ. ആ ഉമ്മ, ഇൻഷാ അല്ലാ. അതേ മോനെ, നിക്കാഹ് കഴിഞ്ഞിട്ട് സെമീറാനി ഉസ്താദിനെയും അങ്ങോട്ട് കൊണ്ടുപോകണം. അതായിരിക്കണം സർപ്രൈസ്. അത് ഓലൊരിക്കലും അറിയണ്ടപ്പോൾ ഇപ്പോൾ ഉസ്താദിന് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. എങ്ങനെ പുത്തൻവീട് തറവാട്ടിൽ നിൽക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്. അതൊന്നും മോന് ഇപ്പോൾ തൽക്കാലം ഒന്നും പുറത്ത് പറയണ്ട. എന്തായാലും നിക്കാഹാണ്ട് കഴിയുന്നതോട് കൂടെ അവർ ആ പുതിയ വില്ലയിലേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ അവിടെ മണിയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനും മറക്കണ്ട കേട്ടോ. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് ചെറുതായത് പുഞ്ചിരിച്ച്, എൻ്റെ ഉമ്മ എല്ലാം കണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ആ മോനെ, എന്തൊക്കെ തന്നെയാലും ഓലിപ്പോൾ രണ്ടാം വിവാഹമാണ് രണ്ടാക്കും, ശരിയാണ്. പക്ഷെ ആദ്യത്തെ വിവാഹം പോലെ തന്നെ ആകണം അവർക്ക്. ഒരു കുറവും വരുത്തരുത് കേട്ടോ മോനെ. ഉമ്മ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് മോനെ, ഉമ്മാൻ്റെ കുട്ടി നുസൈബയും കൊണ്ടിപ്പോൾ പോയിക്കോ. ഞാനിനി ഇവിടെ കുറച്ച് നിന്നോളാം കേട്ടോ. അങ്ങനെ അതാ നുസൈബയും കൊണ്ട് അതാ അവർ പോകുന്നു. നുസൈബ പോകുമ്പോൾ ഐഷുമോൾക്ക് ഒരുപാട് ചുംബനങ്ങൾ നൽകി. അതെ മാമി വരാട്ടോ, നല്ല മോളാട്ടോ, നല്ല മോളെ, അസുഖം മാറിയിട്ട് വീട്ടിലേക്ക് വാട്ടോ. കുഞ്ഞാവയെ കൊണ്ടുപോവോ? ആ, കുഞ്ഞാവയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതാ അവർ പോകുന്നു. ഉമ്മ അവിടെ നിന്നു. എടി സെമിയെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ഉറങ്ങിക്കോളി. ഉസ്താദേ, നിങ്ങളിന്നാ പള്ളിക്ക് പോയിക്കോളി. പള്ളി പോയിട്ട് ഒന്ന് തിരുമ്പി കുളിച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ പോരി. ഉച്ച വരെ ലോറാൻ കൊടുക്കണേ വരെ ഒന്ന് ഉറങ്ങാലോ. ഉമ്മ, ഐഷുവിനെ വിട്ടിട്ട് എങ്ങനെ ഉമ്മ എനിക്ക് പോകാൻ തോന്നുക? മോനെ, അതും ശരി തന്നെയാണ്. ഇപ്പം ഞാൻ ഉണ്ടല്ലോ, ഞാനും സെമിയുണ്ട്. സെമി ഒന്ന് ഉറങ്ങുകയും ചെയ്തോട്ടെ. ഉസ്താദ് ഒന്ന് പള്ളിക്കലും പോയി കിടന്നോളൂ. ഞാൻ ഉണ്ടല്ലോ അവിടെ. അതിനിപ്പോൾ എന്താ? ചെല്ലി പോയിക്കോളി. നിങ്ങൾ ഇടങ്ങാറായി ഇവിടെ അങ്ങനെ ഇരിക്കണ്ട. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ എപ്പോഴാണ് വരാറുന്നത്? ഡോക്ടർ ഇനി 1 മണിയോ എന്താ ആവുമെന്ന് പറഞ്ഞു. ഇനി അതിന് മുമ്പ് എന്തോ അറിയില്ല. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ബ്ലഡ് എടുക്കാനൊക്കെ വരും. അതാണ് സങ്കടം എനിക്ക്. റബ്ബേ, എൻ്റെ പൊന്നൈഷുവിൻ്റെ കൈകളിൽ നിന്ന് രക്തം കുത്തിയെടുക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടും. ഉസ്താദ് സാരല്ലേ, ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ എൻ്റെ കുട്ടീൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടിലൊക്കെ കേട്ടോ. അല്ലേ ഷാമോൻ ഇങ്ങനെ വിചാരിച്ച് നിൽക്കേനെ. ഇന്നിപ്പോൾ ചെറിയ മോൾക്ക് സ്വർണ്ണം എടുക്കാൻ പോണ ദിവസമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഐഷുവിനും വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നേ. ഐഷുവിനും കൊണ്ട് പോകണം. എന്നിട്ട് എൻ്റെ ഷാമോൻ ഇന്ന് രാവിലെ വന്ന് പൊട്ടിക്കരയണം, ഉമ്മ ഐഷുവിനും കൊണ്ട് പോകുന്നൊക്കെ വിചാരിച്ച് നിന്നായിരുന്നു. മോനെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പടച്ച റബ്ബ് ഷിഫിയാക്കി തരും. ആ കുട്ടീൻ്റെ ഒപ്പിച്ചൊരു ആലിമല്ലേ. ആ, അവരെ പ്രാർത്ഥന എന്തായാലും പടച്ച റബ്ബ് സ്വീകരിക്കും. എന്തൊക്കെ തന്നെയാലും ഞാൻ അങ്ങനെ പറഞ്ഞു. ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഏറ്റവും. ഉമ്മ പ്രാർത്ഥിക്ക്. ഐഷുവിന് ഇൻഷാ അല്ലാ, ഐഷുവിനെ കൊണ്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടാക. പക്ഷേ അസുഖം മാറട്ടെ ഇൻഷാ അല്ലാ. ഉസ്താദ് കണ്ണീർ തുടച്ചു. അങ്ങനെ അതാ ഒന്നുകൂടെ ഐഷുവിൻ്റെ അരികിലേക്ക് എത്തി. ഉപ്പച്ചിൻ്റെ കുട്ടിയെ, ഉപ്പച്ചി പോവല്ലേ കേട്ടോ. ഇല്ല മോളെ. അല്ല മോളെ, ഉപ്പച്ചി ഒന്ന് ഫ്രഷായി വരട്ടെ. കണ്ടോ, ഉമ്മച്ചൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഉപ്പച്ചി ഒന്ന് ഫ്രഷ് ആയിട്ട്. ഉമ്മമ്മ ഉണ്ടല്ലോ ഇവിടെ. മോളൊരു പേടിക്കണ്ട. ആ, ഇന്ന് ഉപ്പച്ചി ഫ്രഷ് ആകാൻ പോയി കേട്ടോ. ഉസ്താദ് നടന്നകന്നു തൻ്റെ പൊന്നുമോളെ നോക്കിക്കൊണ്ട്. ഇല്ല, ഉറങ്ങൊന്നും ചെയ്യാനില്ല. ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറ്റിയിട്ട് വരണം. അതന്നെ അല്ലാ,
എൻ്റെ കുട്ടിക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. അവളെ സംരക്ഷിക്കുന്നവർക്ക് നീ സംരക്ഷണം നൽകുക റഹ്മാനെ. ഇതെല്ലാം ഒരു സ്വാലിഹായമലായി സ്വീകരിക്കുക റഹ്മാനെ. ഉസ്താദ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.